സ്പിരിറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്നതേ 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ്. ഇനി ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക. അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനത്ത് കർണാടക. കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനോടൊന്നും പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല. അവരോട് ആരോടും ചോദ്യവുമില്ല. അങ്ങനെ ഒരു സൗകര്യം അവർക്കുണ്ട്. ഇതിനൊന്നും അവർ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി, കോൺഗ്രസ് MLC, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. സ്പിരിറ്റ് വരികയാണ്. 4200 കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത്. വലിയൊരു സാധ്യതയാണ് കേരളത്തിന് ഇതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത്. GST 210 കോടി രൂപ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത്. ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് GSTയിൽ മാത്രം ഉണ്ടാകുന്ന നഷ്ടം 210 കോടിയാണ്. പിന്നെ തൊഴിലവസരങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലെ ലാഭം, ഇതെല്ലാം വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുക. അതിനെയാണ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പം ഈ 4200 കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന, അതിൻ്റെ GST കേരളത്തിന് ആർജിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതയില്ലേ? ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത്? മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഉണ്ടോ ഇല്ലയോ? നടത്തിയിട്ടുണ്ടോ? നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത്? മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ്. കർണാടക, പിന്നെ കർണാടകയുടെ രക്ഷാകർതൃത്വത്തിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര, രണ്ടാമത് വരുന്നത് കർണാടക. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് വാദം. പിന്നെ പഞ്ചായത്തിൻ്റെ വാദമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞു. രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. 1 വർഷം മുമ്പ് പഞ്ചായത്ത് അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്. ശരി, തൽക്കാലം ഇപ്പം ചുരുക്കാം. ഇനി ചോദ്യങ്ങളാവാം. അങ്ങനെ CPIയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടില്ലല്ലോ. അത് ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും. ഞാൻ ഇത്രയും വസ്തുതയൊന്നും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ ഇത്രയും വിശദമായ ചർച്ചയും വന്നിട്ടില്ല. ഇത് വിശദീകരിച്ചാൽ സാധാരണഗതിയിൽ ആർക്കും ബോധ്യം വരാതിരിക്കില്ല. എല്ലാവർക്കും ബോധ്യം വരും. പ്രതിപക്ഷ നേതാവിനും മുൻ നേതാവിനും മാത്രമേ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവൂ. സാധാരണ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകളാണ് വെള്ളത്തിൻ്റെ കാര്യത്തിലൂടെ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല ഇന്നത്തെ ജനയുഗം ലേഖനം. അതിലങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണമാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്കുകൾ ഏതെങ്കിലും തെറ്റാണ് എങ്കിൽ, അതെ, കൃഷിക്ക് വെള്ളം എത്തണം എന്നല്ലേ ആവശ്യം. അതിനുള്ള വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കണക്കല്ലേ വിശദീകരിച്ചു. ഞാൻ വീണ്ടും വിശദീകരിക്കണം? വേറെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. അങ്ങനൊരു പ്രസ്താവന സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റേതായി കണ്ടിട്ടില്ല.
ഇപ്പം നിങ്ങൾ പറയുന്നു ഇന്ന് ജനയുഗത്തിൽ ലേഖനമുണ്ട് വെള്ളത്തെ സംബന്ധിച്ച്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തി, കണക്ക് സഹിതം.